ഇത്തവണത്തെ SLC ഹാഫ് ഇയർലി എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ നമുക്കറിയാം. അപ്പം നമ്മുടെ ഹിസ്റ്ററി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യന്റെ ടിപ്പാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ നിങ്ങൾ കാണുന്ന ഈ ഒരു പാറ്റേൺ. നമ്മളെ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലേ? അപ്പൊ ഈ ഒരു പാറ്റേൺ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം സാധാരണ ഇതിൽ മാച്ച് ഫോളോയിങ് ആയിട്ടാണ് ചോദിക്കുക. പക്ഷെ ഇവിടെ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും പൊതുവെ തരാറില്ല. അപ്പൊ ഈ കൊല്ലം അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫ് ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ കറക്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള മെത്തഡോളജി പിന്നെ അതിന്റെ മെത്തേഡ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഉത്തരം എത്തുക എന്നുള്ളതാണ് സിമ്പിൾ മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷന്റെ എന്തായാലും ഇതിനകത്തുണ്ടാവും. 1 or 2 എന്തായാലും നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞ 10ാം ക്ലാസ് പഠിക്കുന്നവർക്ക് എല്ലാം അറിയണം. പക്ഷെ എങ്കിൽ പോലും സാധാരണ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു 2 എന്തായാലും അറിയും. അപ്പൊ ഞാൻ താഴത്തുനിന്ന് വരാം. ചൗയിൻലായി നമുക്കറിയാം പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹത്തിന്റെ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അറിയാം, കാരണം ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ചൗയിൻലായി പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, അതാണ് ഉത്തരം എന്നുള്ളത്. അപ്പൊ 4 എന്തായാലും ബി ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? അപ്പൊ 4 ബി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത് 4 ബി വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, എ ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം സിയും ഡിയും തെറ്റാണ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. വേറെ നമുക്കൊരു ഓപ്ഷനും ഇല്ല. അത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഓപ്ഷനിലേക്ക് പോവുകയേ വേണ്ട. പിന്നെ ഉള്ളത് നമുക്ക് ഇതിൽ അടുത്ത ഏതെങ്കിലും അറിയോ എന്ന് നോക്കാനാണ്. ഇപ്പം നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കിയാൽ മതി, വി പി മേനോൻ. വി പി മേനോൻ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും? നോ ഡൗട്ട് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അല്ലെ? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതാണ്. അപ്പൊ അതിൽ വരുന്നത് ഒന്ന് സി വരുന്നത് ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇതാണ് അതിന്റെ ഉത്തരം. ബാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ബാക്കി കിട്ടും. ഇപ്പോൾ ഫസൽ അലി ആണെങ്കിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ, JC കുമാരപ്പ അഗ്രർ റിഫോംസ്, അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ നമ്മൾ എലിമിനേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നു. ഇതേപോലെ വേറെ ക്വസ്റ്റ്യനും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ മുമ്പൊക്കെ ചോദിക്കുന്നത് ഇതിലേതാണ് പിന്നെ ട്രൂ ഏതാണ് ഫാൾസ് എന്ന് മാത്രമേ ചോദിക്കാറുള്ളായിരുന്നു. പക്ഷെ ഇക്കൊല്ലം അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ഒരു ചോദ്യമാണ് ഏത്? നമ്മളെ ഈ ഒരു ചോദ്യം. നിങ്ങൾ 5ാമത്തെ ചോദ്യം തന്നെ നോക്കാം. 5ാമത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൽ ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അവിടെ ഈ ഓപ്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടൊക്കെ വരായിട്ട് തോന്നുന്നത്. നോക്കാം നമ്മൾ എങ്ങനെയാന്ന്. ഫസ്റ്റ് ഓപ്ഷൻ, ഇതിൽ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ എത്ര ഇത് നമുക്ക് അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും അറിയുന്നതാണ്. സ്വരാജ് പാർട്ടി ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റു ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ. ഒരു തർക്കമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മെയിൻ, അടുത്ത് നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് പോകുന്നു. ഏതാണ്? 2ാമത്തത് ശരിയുള്ള എത്ര ഓപ്ഷൻ ഉണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കുക, 2ാമത്തെ ശരി തന്നിട്ടുള്ള ഇതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് എയും തന്നിട്ടുണ്ട്, 2 സിയും തന്നിട്ടുണ്ട്. അപ്പം 2ഓ പിന്നെ എയോ സിയോ ആണ് എന്നുള്ളത് ഉറപ്പായി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 1ഉം 4ഉം എല്ലാം എന്ന് ഉറപ്പായി, 1ഉം 3ഉം എല്ലാം എന്നുള്ളത് ഉറപ്പായി. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ബി ഓപ്ഷനും അല്ല ഡി ഓപ്ഷനും അല്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾ. കാരണം നമുക്ക് ഒന്നും അറിയാം, CR ദാസ് മോത്തിലാൽ നെഹ്റു ശരിയാണെന്ന് നമുക്കറിയാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്
അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ഏതെങ്കിലും, അതായത് ഇതിന്റെ അകത്ത് ഏതെങ്കിലും 2 ഫാൾസ് ആയിട്ട് കൊടുത്തതുണ്ടോ നോക്കാം. അപ്പൊ 2 ഇവിടെ നാലാമത്തെ ഡി ഓപ്ഷനിൽ ഫാൾസ് ആയിട്ടാണ് കൊടുത്തത്. അതിന്റെ കൂടെ 4ഉം ഉണ്ട്. അപ്പൊ 4ഉം എന്താണെന്നുള്ളത് നോക്കാം. നാലാമത്തെ എന്താണ്? ദ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി ബിഗൈൻ ഓൺ ഫെബ്രുവരി 18, 1946. ശരിയാണല്ലോ അല്ലേ? അപ്പൊ അത് ശരി. നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 2ഉം 4ഉം ശരിയും 1ഉം 3ഉം തെറ്റാണ്. അപ്പൊ ദാറ്റ് ഓപ്ഷൻ ഈസ് സി. വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം ലാഹോർ കോൺഫറൻസ് പിന്നെ പ്രിസൈഡ് ചെയ്തത് ശരിക്കും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്, നമുക്കറിയാം. അതേപോലെ തന്നെ ചിറ്റുപാണ്ഡെയും സത്താരയിലല്ല ശരിക്കും എന്ത് ചെയ്യുന്നത് പിന്നെ വരുന്നത് അല്ലെ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എ ഗവൺമെന്റ് വാസ് ഫോംഡ് ചിറ്റുപാണ്ഡെയും സത്താര, അത് വേറെ കോണ്ടക്സ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കാതെ പോലെ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേറെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കമന്റിൽ ഞാൻ കാണിച്ചു തരാം.